മറക്കാനാവാത്ത ഒരനുഭവം നിങ്ങളുടെ കൂടെ പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം ആരംഭിക്കുന്നത്. 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി അധ്യാപകനായ ശേഷം അവൻ എൻ്റെ അടുത്തു വന്ന് അവൻ്റെ പുതിയ വീട്ടിൽ താമസിക്കുന്ന ആ സന്തോഷത്തിൽ നിങ്ങളും അന്ന് ആ ബാച്ചിൽ ഞങ്ങളെ പഠിപ്പിച്ച എല്ലാവരും ഹാജരാവണം എന്ന് അപേക്ഷിച്ചു. വളരെ പാവപ്പെട്ട ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന കർഷക തൊഴിലാളികളായ ഒരു കുടുംബത്തിലെ ദരിദ്രരായ മാതാപിതാക്കളുടെ മകനായിരുന്നു ആ കുട്ടി എന്ന് എനിക്ക് കൃത്യമായി അവനെപ്പറ്റി അറിയുമായിരുന്നു. അവസാനം ഒരു അധ്യാപന ജോലി സർക്കാരിൽ ലഭിക്കുകയും 1-2 വർഷത്തിനിടയിൽ കിട്ടിയ ശമ്പളവും കടവും എല്ലാമായി ഒരു കൊച്ചു വീട് അവൻ പണിതു. ഓടിട്ട 2 മുറികളും ഒരു വരാന്തയുമുള്ള ഒരു ചെറിയ അടുക്കളയുമുള്ള ഒരു വീട്. ഒരുപാട് കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുട്ടിക്ക് അങ്ങനെയുള്ളൊരു വീടുണ്ടായത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും മഹാഭാഗ്യവുമായി അവൻ കരുതുകയും അവനെ പഠിപ്പിച്ച അധ്യാപകരെയും അവൻ്റെ ബാച്ചിൽ പഠിച്ച എല്ലാ കുട്ടികളെയും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പ്രസ്ഥാന ബന്ധുക്കളെയും ക്ഷണിച്ചുകൊണ്ട് ഒരു ഹൗസ് വാമിംഗ്, ഒരു കുടിയിരുപ്പ് സദ്യ നടത്തണമെന്നാണ് അവൻ ആഗ്രഹിച്ച് ഞങ്ങളെ ക്ഷണിച്ചത്. സന്തോഷത്തോടുകൂടി ആ ദരിദ്രനായ കുട്ടിയുടെ വീട്ടിലെത്തിയപ്പോൾ അവൻ വല്ലാത്ത മാനസിക അവസ്ഥയിൽ വിതുമ്പിക്കൊണ്ടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾ കുട്ടിയോട് ചോദിച്ചു, ഇത്രയധികം സന്തോഷിക്കേണ്ട ഒരു ദിവസം, ഞങ്ങളെയൊക്കെ സ്വീകരിച്ച് സന്തോഷത്തോടുകൂടി ഭക്ഷണം തരേണ്ട ഒരു ദിവസം, നീ കരഞ്ഞുകൊണ്ട് വാടിയ മുഖവുമായി എന്തേ സംഭവിച്ചത്? വല്ലതും സംഭവിച്ചോ? താങ്ങാനാവാത്ത കടബാധ്യതയുണ്ടോ? ആ കുട്ടി പറഞ്ഞ മറുപടി, എന്നെ വാടക വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് വളർത്തിയ എന്റെ ഉമ്മയും ഉപ്പയും ആഗ്രഹിക്കാറുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഒരു കൊച്ചുകൂര സ്വന്തമായി ഉണ്ടാവണമെന്ന്. ആ ആഗ്രഹം സഫലീകരിക്കാൻ അവർ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന ഒരു ദുഃഖമാണ് ഈ സന്തോഷത്തിന്റെ ദിവസം എന്നെ നയിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ദുഃഖിക്കുന്ന കുട്ടിയെ, 24 വയസ്സ് പ്രായമുള്ള ഈ ദുഃഖിക്കുന്ന കുട്ടിയെ പഠിച്ച് ഡിഗ്രി എടുത്ത് അധ്യാപക ട്രെയിനിങ് കഴിഞ്ഞ് ഏറ്റവും മുന്തിയ മാർക്കോടുകൂടി വിജയിച്ച് ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയെ മാതാപിതാക്കളോടുള്ള ബാധ്യതയുടെ ഒരു റോൾ മോഡലായി നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. ആരാണ് നമ്മുടെ മാതാപിതാക്കൾ? അവരാണ് ചെറുപ്പത്തിൽ നമ്മളെ വളർത്തിയത്. നമുക്കത് അറിഞ്ഞുകൂടായിരുന്നു. ഒരു ഉമ്മക്ക് വേണ്ടി, ഒരു കുട്ടിക്ക് വേണ്ടി ഉമ്മ എത്ര കഷ്ടപ്പെട്ടു എന്ന്. ഇവിടേക്ക് കുട്ടികളുമായി, ഒക്കത്തുകെട്ടുന്ന കുട്ടികളുമായി വന്ന ഒരുപാട് ഉമ്മമാർ ഇന്നലെ മുഴുവൻ രാത്രിയും ഉറക്കൊഴിച്ച് ബസ്സിലും വണ്ടിയിലും ഇരുന്ന് ഒരു കൺപോള ഒരു നിമിഷം പോലും കണ്ണു പൂട്ടാതെ ഇവിടെ എത്തിച്ചേർന്ന മാതാക്കൾ ഇവിടെ ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ എത്രമാത്രം ഒരു കാലത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും സാധ്യമല്ലാത്ത അത്ര നന്മ നമുക്ക് ചെയ്യാൻ, കാരുണ്യം ചെയ്യാൻ തയ്യാറായവരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും. ഹുമാ ജന്നത്തുക വനാറുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു മാജ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഹുമാ ജന്നത്തുക വനാറുക. ആ മാതാവും പിതാവുമാണ് നിന്റെ സ്വർഗം അഥവാ നിന്റെ നരകവും അവർ തന്നെയാണ്. അവരാണ് നിങ്ങളുടെ സ്വർഗം, നിന്റെ നരകവും അവർ തന്നെയാണ്. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ വസഖ്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദൈൻ.
മാതാപിതാക്കളുടെ സംതൃപ്തിയുണ്ടോ? നിന്നെ സൃഷ്ടിച്ച റബ്ബിന്റെ സംതൃപ്തി. അതുകൊണ്ട് മാത്രം മാതാപിതാക്കളുടെ സന്തോഷം കൊണ്ട് മാത്രം നിനക്ക് നേടിയെടുക്കാൻ കഴിയും. വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ ഫീ സഖത്തിഹിമ, മാതാപിതാക്കളുടെ കോപം നിനക്കുണ്ടോ? ആ ഒരു കോപം കൊണ്ട് മാത്രം റബ്ബിന്റെ കോപവും നാളെ നിനക്ക് കിട്ടുമെന്ന് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി തബ്രാനി ഉദ്ധരിച്ച അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച സഹിയായ ഒരു ഹദീസിൽ കാണാം. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് വരികയാണ്. അയാൾക്ക് യുദ്ധം ചെയ്ത് മരിക്കണം. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് മുസ്ലിം സമുദായത്തെയും മുസ്ലിം നാടിനെയും അതിക്രമിക്കുവാൻ വേണ്ടി, മേക്കെട്ട് കയറുവാൻ വേണ്ടി വന്ന ശത്രുക്കളെ തുരത്തുവാൻ യുദ്ധം ചെയ്യുക എന്നത് പുണ്യപ്രവൃത്തിയാണെന്നും സ്വദേശ സംരക്ഷണം, അഭിമാന സംരക്ഷണം, ആദർശ സംരക്ഷണം, അതിനൊക്കെ വേണ്ടി നിങ്ങൾ ജീവൻ ബലി കൊടുത്താൽ നാളെ സ്വർഗലോകത്ത് നിങ്ങൾക്ക് മഹത്തായ ഒരു ജീവിതമുണ്ട്, സുഖമുണ്ട്. അതുകൊണ്ട് രക്തസാക്ഷികളാവാൻ തയ്യാറാകുക എന്ന കൽപ്പന ഖുർആൻ വന്നപ്പോൾ രക്തസാക്ഷിയുടെ രക്തം അത് കഴുകിക്കളയാതെ, ഷഹീദിന്റെ മയ്യത്ത് പോലും കുളിപ്പിക്കാതെ ആ രക്തത്തോടുകൂടിയാണ് അവനെ മറവ് ചെയ്യേണ്ടത് എന്ന പ്രവാചകന്റെ കർമ്മശാസ്ത്രപരമായ കൽപ്പന വന്നപ്പോൾ ചെറുപ്പക്കാരായ പല സഹാബികൾക്കും രക്തസാക്ഷിയായി മരിക്കണമെന്ന അടങ്ങാത്ത ആവേശമുണ്ടായി. മദീനയെ ആക്രമിക്കാൻ, നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വന്നാൽ രാജ്യത്തിന് വേണ്ടി, ആദർശത്തെ ആക്രമിക്കാൻ വന്നാൽ ആദർശത്തിന് വേണ്ടി, നമ്മുടെ അസ്തിത്വത്തെ തകർക്കാൻ വന്നാൽ ആ അസ്തിത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ തള്ളവിരല് മേൽ നിവർന്നു നിന്നുകൊണ്ട്, ഞാൻ ഇത്രയധികം വലിപ്പമുണ്ട് റസൂലെ, എന്നെയും നിങ്ങൾ റിക്രൂട്ട് ചെയ്യണം യുദ്ധത്തിലേക്ക്, എനിക്കും അവിടെ പോയി മരിക്കണം എന്ന് പറഞ്ഞ് ഒരു സഹാബി പ്രവാചകനെ സമീപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ അഹയ്യുൻ വാലിദൈക്, അഹയ്യുൻ വാലിദൈക്, ഉപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? സ്വർഗം കിട്ടാൻ വേണ്ടി രക്തസാക്ഷിയായി മരിക്കാൻ തയ്യാറായ അവനോട് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? റസൂലുള്ള ചോദിച്ചതിന്റെ അർത്ഥം അവന് ഉമ്മയുമുണ്ടെന്നും അവർ വാർദ്ധക്യത്തിലാണെന്നും ചെറുപ്പക്കാരനായ ഇവന്റെ പരിചരണം ഉപ്പക്കും ഉമ്മക്കും ആവശ്യമുണ്ടെന്നും അവനെ യുദ്ധത്തിന് പറഞ്ഞയച്ചാൽ ആ യുദ്ധം കഴിയോളമെങ്കിലും മാതാപിതാക്കളുടെ പരിചരണം അവർക്ക് കിട്ടാതെ പോകുമെന്നുമുള്ള ആ വ്യക്തിപരിചയമുള്ള ആ പരിചയം വെച്ചുകൊണ്ടാണ് റസൂലുള്ള ചോദിക്കുന്നത്, അഹയ്യും വാലിദൈക, മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എങ്കിൽ ഫഫീഹിമാ ഫജാഹിദ്, മാതാവിന്റെയും പിതാവിന്റെയും കാൽക്കൽ ചെന്നിരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ സംതൃപ്തി വാങ്ങുക. പടക്കളത്തിൽ പോയി മരിച്ച് ഷഹീദായി സ്വർഗം ലഭിക്കുന്നതിന്റെ പോലെ തന്നെ ഉന്നതമായ പ്രതിഫലം ആ മാതാപിതാക്കൾക്ക് പരിചരണം നൽകിയാൽ കിട്ടും എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് സമൂഹത്തോടായി പ്രവാചകൻ പറഞ്ഞു, റഹിമ അംഫു സുമ്മ റഹിമ അംഫു, റഹിമ അംഫു, മൂക്ക് കുത്തി തകരട്ടെ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകട്ടെ. അറബി ഭാഷയിൽ റഹിമ അംഫ്, മൂക്ക് കുത്തി വീഴട്ടെ എന്നതിന്റെ അർത്ഥം നശിക്കട്ടെ, തകരട്ടെ എന്നാണ്. തകർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ, തകർന്നു പോകട്ടെ. പ്രവാചകൻ അങ്ങനെ 2-3 വട്ടം ആവർത്തിച്ച് പറയുകയാണ്. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ യാ റസൂലല്ലാഹ്, ആരെപ്പറ്റിയാണ് തകരട്ടെ തകരട്ടെ എന്ന് റസൂലെ അങ്ങ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഫിൽ കിബർ അഹദഹുമാ ഔ കിലാഹുമാ ഫലം അഹദുഹുമാ ഔ കിലാഹുമാ ഫലം യദ്ഖുലിൽ ജന്ന. മാതാവോ പിതാവോ അല്ലെങ്കിൽ രണ്ടാളും കൂടിയോ വാർദ്ധക്യകാലത്ത് തന്റെ കീഴിൽ ജീവിക്കാൻ അവർ ആയുസ് നീളുകയും തനിക്കവരെ പരിചരിക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തിട്ട് ആ മാതാപിതാക്കളെ പരിചരിച്ച് സ്വർഗത്തിൽ കടക്കാനുള്ള ആ ഒരു അവസരം നേടാത്തവൻ തകരട്ടെ എന്നാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് റസൂലുള്ള പറഞ്ഞു. സഹോദരന്മാരെ, അവരാണ് നമ്മുടെ മാതാപിതാക്കൾ. ചുക്കിച്ചുളിഞ്ഞ മുഖവും നരച്ച ശരീരവും ഒന്നിനും കഴിയാതെ ദുർബലരായി കുരച്ചും അതുപോലെ കിതച്ചും കൊണ്ട് നടക്കുന്ന നമ്മുടെ വീട്ടിലെ ഉപ്പ ഉമ്മ നമ്മളെ പോലെ അവർ പഠിച്ചിട്ടില്ല. അവർക്ക് അക്ഷരജ്ഞാനം ഉണ്ടായിരിക്കണമെന്നില്ല. 50
അല്ലെങ്കിൽ 100 വർഷം അപ്പുറത്ത് മാത്രം ചിന്തിക്കുന്നവരായിരിക്കാം അവർ. ഒരു മൊബൈൽ ഫോൺ വന്നാൽ പോലും അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അറിയാത്ത, ഒരു മിസ് കോൾ എടുക്കാൻ കഴിയാത്തവരായിരിക്കാം അവർ. എങ്കിലും അവർക്ക് വേണ്ടി ജിഹാദ് ചെയ്യാതെ അവരുടെ പേരിൽ അവരുടെ തൃപ്തി സമ്പാദിച്ച് മരിക്കാൻ ഭാഗ്യം ലഭിക്കാതിരുന്നാൽ തകരട്ടെ എന്ന് പ്രവാചകൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അള്ളാഹുവിനോടുള്ള ആരാധന നിങ്ങളിവിടെ കേൾക്കാനിരിക്കുന്നു. ഈ പ്രവാചകന്മാർ മുതൽ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ മുതൽ അവരുടെ അപ്പോസ്തലന്മാർ, ഹവാരിജുകളും അസ്ഹാബുകളും ജനങ്ങളെ പഠിപ്പിച്ചതും ഇന്നും ഇസ്ലാമികമായ വിശ്വാസത്തിലെ ഒന്നാമത്തെ പ്രമാണമായതുമായ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന ലോകപ്രപഞ്ചത്തെ നിലനിർത്തുന്ന ആദിമവചനം, അതിശക്തമായ തൗഹീദിന്റെ വചനം. ആ തൗഹീദിന്റെ വചനം അല്ലാഹു തആല മനുഷ്യനെ പഠിപ്പിക്കുകയാണ്. വഖല്ലാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാ, അവനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല. വബിൽ വാലിദൈനി ഇഹ്സാന, ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ഇതിന്റെ സൃഷ്ടാവിന്റെ ഏകത്വത്തെ അല്ലാഹു തആല പ്രഖ്യാപിച്ചതിന്റെ ശേഷം രണ്ടാമതായി മനുഷ്യനോട് പറയുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനോടുള്ള ആരാധന, അവന്റെ ഏകത്വം അംഗീകരിച്ച് ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാമതായി ഈ ലോകത്ത് മനുഷ്യരെ നിങ്ങൾക്ക് ബാധ്യതയുള്ളത് നിങ്ങളുടെ മാതാപിതാക്കളോട് നന്മ ചെയ്യണം എന്നതാണ്, ഇഹ്സാൻ ചെയ്യണം എന്നതാണ്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, നിങ്ങളുടെ അടുക്കൽ വെച്ച് അവരിൽ ഒരാളോ രണ്ടുപേരുമോ വാർദ്ധക്യത്തിലെത്തി അവർക്കറിഞ്ഞുകൂടാ ആ ശബ്ദം എന്താണെന്ന്, എന്താണ് ഈ അക്ഷരം എന്താണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഫോർമുലകളെ പറ്റിയും നമ്മുടെ സയൻസോ നമ്മുടെ സാമൂഹ്യ വിജ്ഞാനമോ അവർക്കറിഞ്ഞുകൂടാ, അവർ ഏതോ കാലത്ത് ജീവിച്ചിരുന്ന പഴഞ്ചന്മാരാണ്. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ പലപ്പോഴും അവരുടെ വാക്കുകൾ അരോചകമാകാം, അവരുടെ സമീപനങ്ങൾ നമുക്ക് പിടിച്ചിട്ടില്ലായിരിക്കാം. ബിസിയായി ജീവിതത്തിന്റെ തിരക്കിലോടുമ്പോൾ മോനെ എന്ന് വിളിച്ച് ഒന്ന് വരണം വീട്ടിൽ, എന്നെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ വൈമനസ്യമോ അല്ലെങ്കിൽ നീരസമോ ഉണ്ടാവാം. അള്ളാഹു പറയുന്നു, ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരെ എതിർക്കരുത്, അവരെ അനാദരിക്കരുത് എന്നല്ല. ഈ ഉപ്പ വിളിക്കാൻ കണ്ട ഒരു സമയം, ഉമ്മ വിളിക്കാൻ കണ്ട ഒരു സമയം എന്ന് പറഞ്ഞ് ഉഫിൻ എന്ന ഒരു വെറുപ്പിന്റെ സൂചന പോലും, ഉഫിൻ എന്ന ഒരു വെറുപ്പിന്റെ സൂചന പോലും നിങ്ങൾ അവരോട് പറയാൻ പാടില്ല. വഖ്ഫിദ് ലഹുമാ വലാ തഖുൽ ലഹുമാ ഉഫിൻ വഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് നിങ്ങൾ പറയേണ്ടത് മാന്യമായ വാക്കാണ്. നമുക്കിഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ ആദർശത്തിന് പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ വിവാഹത്തിനോടടുക്കുമ്പോൾ ഒരുപക്ഷെ ഉപ്പക്ക് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തെ വെച്ചുകൊണ്ട് ഉമ്മക്ക് അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെയോ അവരുടെ കുട്ടികളുടെ ഭാവിയെയോ ഒക്കെ ഓർത്തുകൊണ്ട് മകനെ സ്ത്രീധനം വാങ്ങാതെ കല്യാണം കഴിക്കരുത് കേട്ടോ, അത് നമുക്ക് പ്രയാസമായി തീരും, എല്ലാവരും നിന്റെ പെങ്ങന്മാരെ കെട്ടിച്ചയച്ചത് ഒരുപാട് വാങ്ങിയിട്ടും കൊടുത്തിട്ടും ഒരുപാട് അവന് വേണ്ടി ആക്കിയിട്ടുമാണല്ലോ എന്നൊക്കെ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ആദർശത്തിന്റെ കാര്യത്തിൽ നമ്മളെപ്പോലെ തൗഹീദിന്റെ ആദർശം, ഖുർആനിന്റെ സന്ദേശം കിട്ടാത്തവരായിരിക്കാം അവർ. ഒരു കാലഘട്ടത്തിൽ ജീവിച്ച അവർക്ക് അവരുടെ സാഹചര്യം, അവരുടെ ജീവിച്ച ചുറ്റുപാടുകൾ, അവർക്ക് കിട്ടിയ അറിവ്, അവർക്ക് കിട്ടിയ വിശ്വാസപരമായ നിഷ്ഠ, അവരുടെ കർമ്മപരമായ അവരുടെ ആചാര രീതികൾ, അതൊക്കെ തന്നെ ഒരുപക്ഷെ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളോളം ഉയരണമെന്നില്ല, നമ്മുടെ വീക്ഷണത്തിലേക്ക് എത്തണമെന്നില്ല. എന്നാൽ പോലും ഉഫിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നിരാകരിക്കുകയല്ല, ആ സത്യം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാന്യമായി സത്യം ബോധ്യപ്പെടുത്തുകയും ഉമ്മ അത് ഹറാമാണ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, മരത്തിന് വിരുദ്ധമാണുമ്മ, എന്റെ പ്രിയപ്പെട്ട മാതാവേ, എനിക്കും നിങ്ങൾക്കും കൂടി സ്വർഗത്തിൽ ഒന്നിക്കണമെങ്കിൽ നമ്മൾ വിശ്വാസികളാവണം, തൗഹീദിൽ ഉറച്ചു നിൽക്കണം. ആരാന്റെ സ്വത്ത് സ്ത്രീധനമായിട്ടോ പലിശയായിട്ടോ കൊള്ള മുതലായിട്ടോ ഒന്നുപോലും ഒരറാക്കിന്റെ കൊള്ളി പോലും, ഒരു മരച്ചില്ല പോലും ആരാന്റെത് തിന്നാൻ പാടില്ലെന്ന്
പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായിയാണ് ഉമ്മ ഞാനും നിങ്ങളും എന്നിങ്ങനെ മാന്യമായ സൗഹൃദമായ മനസ്സിൽ തട്ടുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടായിരിക്കണം അവരെ സമീപിക്കേണ്ടത്. ആദർശത്തിന്റെ മഹത്തായ ഉന്നതമായ സ്ഥാനം പേറി നിൽക്കുന്ന നമ്മൾ നമ്മുടെ ആദർശത്തോളം എത്താത്ത, നമ്മുടെ ആദർശത്തിന്റെ 10-1 പോലും എത്താത്ത അവരെ നമ്മൾ ആ തരത്തിൽ ഛേ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പോലും അവരെ തള്ളിക്കളയാൻ പാടില്ല. എന്ന് മാത്രമല്ല, കാരുണ്യത്തെ പൊൻതൂവലുകളാക്കി, മിനുസമുള്ള തൂവലുകളാക്കി നിന്റെ കാരുണ്യത്തെ മാറ്റിയിട്ട് ആ കാരുണ്യത്തിന്റെ ആ മിനുസമുള്ള പട്ടുതൂവലിൽ അവരെ പരിചരിച്ച് വളർത്തിക്കൊണ്ടുപോകണം. കാരുണ്യത്തിന്റെ ആ എളിമയുടെ വിനയത്തിന്റെ ആ ചിറകുകൾ അവർക്ക് വേണ്ടി നീ താഴ്ത്തി വിരിച്ചു കൊടുക്കുക, താഴ്ത്തി വെച്ചു കൊടുക്കുക. ആ ചിറകുകളിൽ കൂടി, പട്ടുമെത്തയിൽ കൂടിയാവട്ടെ, അവർ എത്ര പരുക്കന്മാരാണെങ്കിലും, അവരെത്ര വിവരം കെട്ടവരാണെങ്കിലും, അവരെത്ര കർക്കശമായി പെരുമാറുന്നവരാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്നത് നാം വിരിച്ചു കൊടുത്ത പട്ടുമെത്തയിലാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഇസ്രായിൽ 23-ാമത്തെ ആയത്ത് മുതൽ 25 ആയത്ത് വരെ കൂടിയുള്ള ആ സന്ദേശം നമ്മളെ പഠിപ്പിച്ചു. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ വഖുൽ റബ്ബി, നീ പ്രാർത്ഥിക്കുക. നിന്റെ നമസ്കാര ശേഷം രാത്രി സമയങ്ങളിൽ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്റെ റബ്ബേ, എന്റെ ഉപ്പ മരിച്ചുപോയി, എന്റെ ഉമ്മ മരിച്ചുപോയി, ആ ഉപ്പയോടും ഉമ്മയോടും കരുണയുണ്ടാവണേ. റബ്ബേ, എന്റെ ഉമ്മയും ഉപ്പയും എന്റെ കൂടെ ജീവിച്ചിരിക്കുന്നുണ്ട്, എന്റെ ആദർശത്തിലേക്ക് അവർ എത്തിയിട്ടില്ല, അവർക്ക് തൗഹീദ് കിട്ടിയിട്ടില്ല. തൗഹീദിന്റെ ആ സന്ദേശം അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് അവരോട് നീ കാരുണ്യം കാണിക്കണമേ. എന്റെ ഉപ്പക്കും ഉമ്മയും രോഗികളാണ്, ദരിദ്രരാണ്, അറിവില്ലാത്തവരാണ്. നിന്റെ കാരുണ്യത്തിന്റെ ചിറക് കൊണ്ട് അവരെ നീ സംരക്ഷിക്കണമേ തമ്പുരാനെ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, അവരുടെ ഭാവത്തിലും അഭാവത്തിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ സഹോദരന്മാരെ നമ്മളെ പഠിപ്പിച്ചു. എന്താണ് ഇതിന്റെ അർത്ഥം? അള്ളാഹുവിനെ കഴിഞ്ഞാൽ ഒരാൾക്ക്, അത് വലിയവനായിരുന്നാലും ചെറിയവനായിരുന്നാലും, ഈ ഭൂമി ലോകത്തുള്ള ഏറ്റവും വലിയ ബാധ്യത മാതാപിതാക്കളോടുള്ള ഇഹ്സാനാണ്. അവർക്ക് നന്മ ചെയ്തു കൊടുക്കുക. എന്താണ് ഇഹ്സാൻ? അവരെ നമ്മൾ അനുസരിക്കുക. എന്തിൽ? ഒരിക്കലും ലാ താഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, സൃഷ്ടാവായ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരാളെയും, ഒരു മഹാരാജാവായിരുന്നാലും അനുസരിക്കാൻ നമുക്ക് പാടില്ല, അത് മാതാപിതാക്കളായിരുന്നാൽ പോലും. പക്ഷേ അത്തരം ഒരു തെറ്റ് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ വരെ തെറ്റിന് തെറ്റുകൊണ്ട്, അല്ലെങ്കിൽ രൂക്ഷതക്ക് രൂക്ഷത കൊണ്ട്, കർക്കശ സ്വഭാവത്തോടുകൂടി അവരെ പരിചരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുകയോ അല്ല. ഖൗലൻ കരീമ, മാന്യമായ വാക്ക് പറയണം എന്നാണ് നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്രയധികം നയപരമായി, ഇത്രയധികം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട്, എത്ര രൂക്ഷത തലക്കുമേൽ മാതാപിതാക്കൾ നമ്മളോട് കൽപ്പിച്ചാൽ പോലും കാരുണ്യത്തിന്റെ പട്ടുചിറക് വിരുത്തിക്കൊണ്ട് മാന്യമായ വാക്ക് പറയണമെന്ന് അല്ലാഹു തആല മാതാപിതാക്കളുടെ വിഷയത്തിലല്ലാതെ മറ്റാരോടും പഠിപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അവരാണ് നമ്മളെ വളർത്തിയത്, അവരാണ് നമുക്ക് വേണ്ടി സഹിച്ചത്, അവരാണ് നമ്മളെ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പഠിച്ചു വലുതായി എഞ്ചിനീയറായാൽ, ഡോക്ടറായാൽ, അധ്യാപകനായാൽ, നല്ലൊരു കച്ചവടക്കാരനായാൽ, നല്ലൊരു വിദഗ്ധനായാൽ, ആ കുട്ടിയെ കൊണ്ട് എനിക്ക് രക്ഷപ്പെടാം, എനിക്ക് കഞ്ഞി കുടിക്കാം, എനിക്ക് നല്ലൊരു വീട്ടിൽ ഉറങ്ങാം, എന്നെ പരിചരിക്കാം, എനിക്ക് വേണ്ട ചികിത്സകൾ അവൻ നൽകും. ഒന്നും നൽകിയില്ലെങ്കിലും, ആരും എനിക്കൊരു നല്ല വാക്ക്, സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയാനില്ലാത്തപ്പോൾ, ഉപ്പ ഞാൻ നിങ്ങൾക്കുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് സാന്ത്വനത്തിന്റെ വാക്കുകൾ പറയാൻ എന്റെ മകൻ, എന്റെ മകൾ വളർന്നു വരുന്നുണ്ട്, അവൻ വലുതായിരിക്കുന്നു, അവന്റെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നു, കോഴ്സ് കഴിഞ്ഞിരിക്കുന്നു എന്ന ആ ഒരു പ്രതീക്ഷ അതൊരിക്കലും നമ്മൾ അസ്ഥാനത്താക്കാൻ പാടില്ല. നമുക്കറിയില്ല ആ പിതാവ്, ഒരു പിതാവിന്റെ വേദന, ഇവിടെ ഇരിക്കുന്ന പിതാക്കന്മാരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വേദന, മക്കളുടെ വളർച്ചയിൽ, മക്കളുടെ നന്മയിൽ, മക്കളുടെ പുരോഗതിയിൽ
അവരുടെ പരീക്ഷയുടെ വിജയത്തിൽ, അവരുടെ ഭാവിയിൽ, അവരുടെ കുടുംബത്തിന്റെ ഭാവിയിൽ, അവരുടെ മക്കളെ ഭാവിയെ പറ്റി ഒരു പിതാവിന്റെയും മാതാവിന്റെയും മനസ്സിന്റെ ഉള്ളിലുള്ള വേദന ഒരിക്കലും പടച്ച തമ്പുരാൻ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരാതെ, ബോധനം നൽകാതെ, നമുക്കൊരിക്കലും വായിച്ചെടുക്കാൻ പറ്റാത്ത, നമ്മുടെ അറിവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയാത്ത വല്ലാത്തൊരു വികാരമാണ് മാതാവിന്റെയും പിതാവിന്റെയും മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ ഒരു പ്രവാചകനോട് ഒരിക്കൽ ഒരു സഹാബി വന്ന് ചോദിച്ചു, മൻ അഹഖു സുഹബത്തി മൻ അഹഖു നാസി ബിസഹബത്തി, റസൂലേ, എന്റെ സഹവാസം, എന്റെ സാന്നിധ്യം, എന്റെ ബന്ധം ആരോടാണ് എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ, ഞാൻ ആരോടാണ് നന്നായി സഹവസിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മച്ചിയോട് മാന്യമായി പെരുമാറണം, നന്നായി സഹവസിക്കണം. അദ്ദേഹം ചോദിച്ചു, ശരി ഉമ്മയോട് ഞാൻ സഹവസിക്കാം, പിന്നെ ആരോടാണ്? രണ്ടാമത്തെ പ്രാവശ്യം, രണ്ടാമതായി ഞാൻ പിന്നെ ആരോടാണ്? നബി പറഞ്ഞു, ഉമ്മയോട്. അദ്ദേഹം ചിന്തിച്ചു, അതെ, അത് ഞാൻ സമ്മതിച്ചു റസൂലേ, ഉമ്മയോട്. ആരാണ് പിന്നെ? വീണ്ടും പറഞ്ഞു നബി, ഉമ്മുക, നിന്റെ ഉമ്മയോട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അത് ഞാൻ അംഗീകരിച്ചു റസൂലേ, 3 വട്ടം ഞാൻ അംഗീകരിച്ചു, ഇനി ആരോടാണ്? അബൂക്ക, നിന്റെ ഉപ്പയോട്. ഈ ഒരു ബന്ധം, ഉമ്മ നമുക്ക് വേണ്ടി ഖുർആൻ വളരെ കൃത്യമായി ആ ഉമ്മയുടെ വേദന, 10 മാസത്തെ വേദന, അതിന്റെ ശേഷമുള്ള ശാരീരികമായ വേദന, സ്വന്തം ക്ഷീണം, ത്യാഗം, അതിനുശേഷം മുല കൊടുക്കുന്ന പ്രായം, പിന്നെ ആ കുട്ടി വലുതായി അവനൊരു സ്ഥാനത്തെത്തുവോളവും, സ്ഥാനത്തെത്തിയതിന്റെ ശേഷവും അവൻ നരച്ച് വാർദ്ധക്യത്തിലെത്തുമ്പോൾ പോലും അവന്റെ മാതാക്കളും പിതാക്കളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആ ഉമ്മക്കുള്ള വേദനയുടെ വലുപ്പം അള്ളാഹുവിന്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവിനോടും നിനക്ക് ബാധ്യതയുണ്ട് എന്ന്. അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സഹകരിക്കണം നിങ്ങളുടെ മാതാപിതാക്കളോട്. അവർക്ക് നിങ്ങളിൽ പ്രതീക്ഷ വേണം. നിങ്ങളുണ്ട്, എന്റെ മകനുണ്ട്, ഞാൻ ഗൾഫിലാണ്, എനിക്ക് തിരക്കാണ്, എന്റെ ഭാര്യയുണ്ട്. പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും അവനുമായി, അവരുടെ മക്കളുമായി, അതല്ലെങ്കിൽ വലിയ തൊഴിൽ കിട്ടിയാൽ അവൻ ബിസിയായി, ഉപ്പയെ നോക്കാൻ, ഉപ്പയോടൊന്ന് സംസാരിക്കാൻ, ഉമ്മയോടൊരു നല്ല വാക്ക് പറയാൻ നമുക്ക് സമയമില്ല. വല്ലപ്പോഴും വല്ല ഫോണിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലായി. അല്ല, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ തലയിൽ കൈവെക്കാൻ അവർക്ക് നിങ്ങൾ തല താഴ്ത്തി കൊടുക്കണം, അവസരം നൽകണം. അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു സമാധാനത്തിന്റെ വാക്കുകളായി മാറ്റണം, സമാധാനത്തിന്റെ സന്ദേശമായി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഞാനുണ്ട്, ഉമ്മ ഉപ്പ എന്ന് പറയാൻ അവരോട് നിങ്ങൾ ജോലി കിട്ടിയാലും വിവാഹിതരായാലും ഉയർന്നവരായിരുന്നാലും അവരൊന്നും കൊള്ളാത്തവരായിരുന്നാൽ പോലും നിങ്ങളായിരിക്കണം അവരുടെ സമാധാനത്തിന്റെ കേന്ദ്രങ്ങൾ. ഒരിക്കലും അവരെ പാർശ്വവൽക്കരിച്ച്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുളച്ചു പൊങ്ങുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് അറിയാമോ? ഒരു കാലത്ത് യത്തീംഖാനകളായിരുന്നു, മറ്റൊരു കാലത്ത് മറ്റു പല കേന്ദ്രങ്ങളുമായിരുന്നു, ചേരികളായിരുന്നു, പാവപ്പെട്ട മനുഷ്യന്മാർക്കുള്ള ലക്ഷം വീടുകളായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നതും സാമൂഹ്യ സേവക സംഘടനകൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് നടത്തുന്നതും വൃദ്ധസദനങ്ങളാണ്. എന്തുകൊണ്ട്? പരിഹരിക്കാൻ മക്കൾക്ക് നേരമില്ല. അവൻ ഉയർന്നവനായി പഠിപ്പിച്ചു വളർന്നു, ഉമ്മയുടെ പാല് കുടിച്ചു വളർന്ന അവൻ ഇന്ന് ഏതോ സ്ഥാനത്താണ്. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ, ഉമ്മ എന്ന് വിളിക്കാൻ, ഒന്നെങ്കിലും പാരസെറ്റാമോളെങ്കിലും അവനെ, ആ ഉമ്മയെ പരിചരിക്കാൻ സമയം കിട്ടാത്ത മാതാപിതാക്കളെ എവിടെയെങ്കിലും കൊണ്ടുപോയി വരാനാണ് ഈ വൃദ്ധസദനങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, വൃദ്ധസദനങ്ങളില്ലാവണം ഈ ഭൂമിയിൽ. എന്ന് വൃദ്ധസദനങ്ങളില്ലാതെയാകുന്നു അന്ന് നമ്മുടെ വീടുകൾ അത് കൂരയായിരുന്നാലും വൃദ്ധസദനങ്ങളാകും. നിങ്ങളുടെ മക്കൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന, പ്രമോഷൻ കിട്ടിപ്പോകുന്ന ഭാവിയെ പറ്റി ഒന്നും പറഞ്ഞുകൂടായിരിക്കാം. നിങ്ങൾ പുതിയ കോഴ്സിന്റെ ഫീച്ചറിനെ പറ്റി നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും അക്ഷരമായി അവരോട് ഉമ്മ, ഞാനൊരു കോഴ്സിൽ ചേർന്നിട്ടുണ്ട്, അവർക്കറിയുന്ന ഭാഷയിൽ ഒരു വയസ്സുള്ള കുട്ടിയോട് 2 വയസ്സുള്ള കുട്ടിയോട് മലയാളത്തിൽ അവനെ ഗ്രഹിപ്പിക്കുന്ന പോലെ ഉമ്മയോട് പറയണം,
ഞാൻ ഇന്ന കോഴ്സിലാണ് ചേർന്നത്, എനിക്ക് ഇന്ന ജോലിയാണ് കിട്ടിയത്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇന്നവരാണ്. നമ്മളുടെ ജീവിതത്തെ അവരുടെ മുമ്പിൽ തുറന്നു വെക്കണം. അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ എല്ലാം നമുക്ക് വേണ്ടി ഒരു കാലഘട്ടം അർപ്പിച്ച നമ്മൾ വലുതായാൽ നമ്മുടെ ജീവിതത്തെ അവർക്ക് വേണ്ടി തുറന്നു വെക്കുക. നമ്മുടെ ജോലി സ്ഥലങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ ഭക്ഷണ രീതികളെ, എന്നിട്ട് അവരോട് കൂടിയാലോചിക്കുക. ഉമ്മ, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ മാറുകയാണ്, 1500 ഉറുപ്പിക അല്ലെങ്കിൽ 5000 ഉറുപ്പിക എനിക്ക് ഏറെ ശമ്പളമുണ്ട്, ഉമ്മയോട് സമ്മതം ചോദിക്കാനും എന്നതാണ്. ഞാൻ മാറട്ടെ, ഒരുപക്ഷെ എല്ലാ ദിവസവും എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ആഴ്ചയിൽ ഞാൻ വന്നുകൊള്ളാം. ഒരു ആവശ്യമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിയാലോചനയിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മാതാപിതാക്കളോട് കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ ശൂറ നടത്തണം. അവരുടെ അംഗീകാരം നമ്മൾ വാങ്ങണം. നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോന്നിനും അംഗീകാരം വാങ്ങണം. അവരോട് സമ്മതം ചോദിക്കാതെ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ നമ്മൾ ഒരിക്കലും മനസ്സുണ്ടാവരുത്. ആ നിലക്ക് നമുക്ക് ആരെക്കാളും നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് നന്മ ചെയ്യാനുള്ള ആ ഒരു അവസരവും അവർക്ക് നമ്മൾ അവർക്ക് എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവണം. അവരുടെ വേദനകൾ നമ്മൾ അറിയണം, അവരുടെ സങ്കടങ്ങൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി ചോദിച്ചു, റസൂലേ, ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യാം, എന്റെ ഉപ്പയും ഉമ്മയും മരിച്ചിരിക്കുന്നു, ഇനി എന്താണ് മരിച്ച ഉമ്മാക്കും ഉപ്പക്കും വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു മുസ്ലിമായ സഹാബി വന്ന് ചോദിച്ചതാണ്, എനിക്കെന്താണ് ഉപ്പയോടും ഉമ്മയോടും അവരുടെ മരണശേഷം ചെയ്യാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലെ ഒന്നാമത്തെ പ്രാർത്ഥന മയ്യിത്ത് നമസ്കാരമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, അഥവാ ആ ഒരു സന്ദർഭത്തിൽ ഉമ്മയുടെയും ഉപ്പയുടെയും തലക്കാമ്പുറത്തോ, അല്ലെങ്കിൽ ആൺ മരിച്ചാൽ ആണിന്റെ തലയുടെ ഭാഗത്താണ് മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കേണ്ടത് ഇമാമ്. ഒരു പെണ്ണ്, ഉമ്മയോ സഹോദരിയോ മരിച്ചാൽ പെണ്ണിന്റെ വയറിന്റെ ഭാഗത്താണ് മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. നമുക്ക് കഴിയുമോ ധൈര്യമായി നമ്മുടെ ഉപ്പയുടെ മയ്യിത്ത് നമസ്കരിക്കാൻ? മയ്യിത്ത് നമസ്കരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉപ്പയും ഉമ്മയും മരിച്ചാൽ ആ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുക, മറവ് ചെയ്യുക. പിന്നെ എന്നും റബ്ബി ഗഫിർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുക. ഒന്നാമതായി. രണ്ടാമതായി വല്ലിസ്തിഗ്ഫാറു ലഹുമാ, പ്രിയ അല്ലാഹുവേ, എന്റെ ഉപ്പയും ഉമ്മയും അറിവില്ലാത്ത കാലത്ത് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വിട്ടുപുറത്ത് മാപ്പാക്കി അവരെ സന്മാർഗത്തിൽ ചേർക്കണമേ എന്ന് മക്കൾ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഹോട്ട് ലൈനിൽ കൂടി ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ ഒരു മാതാവും പിതാവും ഈ ലോകത്തുണ്ടാക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പ്രാർത്ഥിക്കുന്ന മക്കളാണ്. വലതുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ എത്ര മരിച്ച് അസ്ഥിപഞ്ജരമായി വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ആത്മാക്കൾക്ക് വെളിച്ചവും തെളിച്ചവും ആർദ്രതയും അവർക്ക് നന്മയും ഉണ്ടായിരിക്കുമെന്നാണ് റസൂലുള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് രണ്ടാമതായി മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുക. മൂന്നാമതായി വഇൻഫാദു അഹ്ദിഹിമാ മിൻ ബഅദിഹിമാ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ നമ്മളോട് വല്ലതും ഉപദേശിച്ചിരുന്നുവെങ്കിൽ, അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല നടപടി നമ്മളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അത് നിറവേറ്റുക. ഉപ്പ മരിച്ചു, ഇനി നോക്കാൻ ആളില്ല. ഉമ്മ മരിച്ചു, ഇനി ശാസിക്കാൻ ആളില്ല. ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് എങ്ങനെയുമാകാം എന്നല്ല. ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മുഖത്ത് നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവരുമായുള്ള കരാറുകളും അവരുടെ ജീവിതകാലത്ത് എന്തൊക്കെ കിട്ടിയോ, അവർ മരിച്ചാലും അവർ കാണുന്നില്ലെങ്കിലും
ആ കരാറുകളും ആ ബന്ധങ്ങളും ആ മാർഗനിർദ്ദേശങ്ങളും കുറച്ചുകൂടി അധികം ഇപ്പോൾ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഉപ്പയുടെ മാർഗനിർദ്ദേശം, ഉമ്മയുടെ ഉപദേശം ശ്രദ്ധിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്നുള്ള അവരുടെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൽ നടപ്പിൽ വരുത്തുക. അതാണ് ഉപ്പയോടും ഉമ്മയോടും മരണശേഷം നിനക്ക് ചെയ്യാനുള്ളത്. നാലാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചു, വസിലത്തുർ റഹ്മില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമ. നിങ്ങളുടെ മാതാവും പിതാവും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെല്ലാം കുടുംബങ്ങളുമായി, ഏതെല്ലാം നാട്ടിലുള്ള ആളുകളുമായി, ഏതെല്ലാം സുഹൃത്തുക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നോ, കുടുംബ ബന്ധമായിരുന്നാലും ആദർശബന്ധമായിരുന്നാലും സൗഹൃദ ബന്ധമായിരുന്നാലും, ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ചങ്ങാതിമാർ, അവരെ നമ്മൾ മറക്കാതിരിക്കുക. എന്റെ ഉപ്പയുടെ കൂട്ടുകാരനാണ്, എന്റെ ഉമ്മയുടെ ചങ്ങാതിച്ചിയാണ്, ഉപ്പക്കും ഉമ്മക്കും നല്ല ബന്ധമുള്ളവരാണ് അവരായിരുന്നാലും ആ ബന്ധം, ഉപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാലും ആ ബന്ധം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിലനിർത്തണം. അങ്ങനെ നിങ്ങളോടുള്ള ബന്ധം, നിങ്ങൾക്കുള്ള ബന്ധം, നിങ്ങളുടെ മക്കൾ, ആ മക്കൾക്കുള്ള ബന്ധം, അവരുടെ മക്കൾ, അങ്ങനെയാണ് മനുഷ്യൻ പിൻഗാമിയായി ഒരു സംസ്കാരത്തിന്റെ അനുയായികളായി മാറുക. അഞ്ചാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചു, ആ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്കുള്ള ബന്ധം, അവരോടുള്ള കടപ്പാട്, അവരുടെ കാലശേഷം അവരുടെ കൂട്ടുകാരും സഹോദരന്മാരെയും ഉപ്പയെ ആദരിക്കുന്നത് പോലെ ഉപ്പയോടൊപ്പം ഉണ്ടായിരുന്ന ആ കാക്കാമാരെ, ഇത്താത്തമാരെ, ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഇത്താത്തമാരെ ഉപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും അവരോടുള്ള ബന്ധം നിലനിർത്തുക. ഇങ്ങനെ 4-5 കാര്യങ്ങൾ മരണശേഷം വരെ നമ്മൾ ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളാണ്, അവരുടെ കാൽച്ചുവട്ടിലാണ് നമ്മുടെ സ്വർഗം, അവരുടെ സംതൃപ്തിയിലാണ് നമ്മുടെ സ്വർഗം. പലപ്പോഴും ബന്ധങ്ങൾ തകർന്ന് അറ്റുപോയി എല്ലാം നശിച്ച് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ അല്ലാഹ് എന്ന ബന്ധം, സൃഷ്ടാവിനോടുള്ള ബന്ധം കഴിച്ചാൽ എന്റെ ചുക്കിച്ചുളിഞ്ഞ മുഖവുമായി കുരച്ചും കിരച്ചും നിൽക്കുന്ന, കട്ടിലിൽ നിറങ്ങി മൂളിക്കിടക്കുന്ന ഉപ്പയോടും ഉമ്മയോടുമാണ് എന്റെ ബന്ധമെന്ന ആ ഒരു ചിന്തയോടുകൂടിയായിരിക്കട്ടെ ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അല്ലാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നാളെ സ്വർഗലോകത്തും ഈ ജീവിതത്തിൽ നന്മയിലും ഒന്നിച്ചു കൂട്ടുമാറാവട്ടെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്ഥാനത്തെത്തിയതിന്റെ ശേഷവും അവൻ നരച്ച് വാർദ്ധക്യത്തിലെത്തുമ്പോൾ പോലും അവന്റെ മാതാക്കളും പിതാക്കളും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മകനെ, മകളെ എന്ന് വിളിച്ചുകൊണ്ട് ആ ഉമ്മക്കുള്ള വേദനയുടെ വലുപ്പം അള്ളാഹുവിന്റെ റസൂൽ ആവർത്തിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പിതാവിനോടും നിനക്ക് ബാധ്യതയുണ്ട് എന്ന്. അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ സഹകരിക്കണം നിങ്ങളുടെ മാതാപിതാക്കളോട്. അവർക്ക് നിങ്ങളിൽ പ്രതീക്ഷ വേണം. നിങ്ങളുണ്ട്, എന്റെ മകനുണ്ട്, ഞാൻ ഗൾഫിലാണ്, എനിക്ക് തിരക്കാണ്, എന്റെ ഭാര്യയുണ്ട്. പലപ്പോഴും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും അവനുമായി, അവരുടെ മക്കളുമായി, അതല്ലെങ്കിൽ വലിയ തൊഴിൽ കിട്ടിയാൽ അവൻ ബിസിയായി, ഉപ്പയെ നോക്കാൻ, ഉപ്പയോടൊന്ന് സംസാരിക്കാൻ, ഉമ്മയോടൊരു നല്ല വാക്ക് പറയാൻ നമുക്ക് സമയമില്ല. വല്ലപ്പോഴും വല്ല ഫോണിലും എന്തെങ്കിലും പറഞ്ഞെങ്കിലായി. അല്ല, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ തലയിൽ കൈവെക്കാൻ അവർക്ക് നിങ്ങൾ തല താഴ്ത്തി കൊടുക്കണം, അവസരം നൽകണം. അവർക്ക് വേണ്ടി നിങ്ങൾ ഒരു സമാധാനത്തിന്റെ വാക്കുകളായി മാറ്റണം, സമാധാനത്തിന്റെ സന്ദേശമായി നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം. നിങ്ങൾക്ക് ഞാനുണ്ട്, ഉമ്മ ഉപ്പ എന്ന് പറയാൻ അവരോട് നിങ്ങൾ ജോലി കിട്ടിയാലും വിവാഹിതരായാലും ഉയർന്നവരായിരുന്നാലും അവരൊന്നും കൊള്ളാത്തവരായിരുന്നാൽ പോലും നിങ്ങളായിരിക്കണം അവരുടെ സമാധാനത്തിന്റെ കേന്ദ്രങ്ങൾ. ഒരിക്കലും അവരെ പാർശ്വവൽക്കരിച്ച് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുളച്ചു പൊങ്ങുന്ന സ്ഥാപനങ്ങൾ ഏതാണെന്ന് അറിയാമോ? ഒരു കാലത്ത് യതീംഖാനകളായിരുന്നു, മറ്റൊരു കാലത്ത് മറ്റു പല കേന്ദ്രങ്ങളുമായിരുന്നു, ചേരികളായിരുന്നു, പാവപ്പെട്ട മനുഷ്യന്മാർക്കുള്ള ലക്ഷം വീടുകളായിരുന്നു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നതും സാമൂഹ്യ സേവക സംഘടനകൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് നടത്തുന്നതും വൃദ്ധസദനങ്ങളാണ്. എന്തുകൊണ്ട്? പരിഹരിക്കാൻ മക്കൾക്ക് നേരമില്ല. അവൻ ഉയർന്നവനായി പഠിപ്പിച്ചു വളർന്നു, ഉമ്മയുടെ പാല് കുടിച്ചു വളർന്ന അവൻ ഇന്ന് ഏതോ സ്ഥാനത്താണ്. ഉമ്മയുടെ മുഖത്ത് നോക്കാൻ, ഉമ്മ എന്ന് വിളിക്കാൻ, ഒന്നെങ്കിലും പാരസെറ്റാമോളെങ്കിലും അവനെ, ആ ഉമ്മയെ പരിചരിക്കാൻ സമയം കിട്ടാത്ത മാതാപിതാക്കളെ
എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കാനാണ് ഈ വൃദ്ധസനങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ടവരെ, വൃദ്ധസനങ്ങളില്ലാവണം ഈ ഭൂമിയിൽ. എന്ന് വൃദ്ധസനങ്ങളില്ലാതെയാകുന്നു അന്ന് നമ്മുടെ വീടുകൾ അത് കൂരയായിരുന്നാലും വൃദ്ധസനങ്ങളാകും. നിങ്ങളുടെ മക്കൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന പ്രമോഷൻ കിട്ടിപ്പോകുന്ന ഭാവിയെ പറ്റി ഒന്നും അറിഞ്ഞുകൂടായിരിക്കാം. നിങ്ങൾ ചേർന്ന് പുതിയ കോഴ്സിന്റെ ഫീസിനെ പറ്റി നിങ്ങളുടെ ഉപ്പക്കും ഉമ്മക്കും അക്ഷരമായി അവരോട് ഉമ്മ, ഞാനൊരു കോഴ്സിൽ ചേർന്നിട്ടുണ്ട്, അവർക്കറിയുന്ന ഭാഷയിൽ ഒരു വയസ്സുള്ള കുട്ടിയോട് 2 വയസ്സുള്ള കുട്ടിയോട് മലയാളത്തിൽ അവനെ ഗ്രഹിപ്പിക്കുന്ന പോലെ ഉമ്മയോട് പറയണം, ഞാൻ ഇന്ന കോഴ്സിലാണ് ചേർന്നത്, എനിക്ക് ഇന്ന ജോലിയാണ് കിട്ടിയത്, എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ ഇന്നവരാണ്. നമ്മളുടെ ജീവിതത്തെ അവരുടെ മുമ്പിൽ തുറന്നു വെക്കണം. അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ എല്ലാം നമുക്ക് വേണ്ടി ഒരു കാലഘട്ടം അർപ്പിച്ച നമ്മൾ വലുതായാൽ നമ്മുടെ ജീവിതത്തെ അവർക്ക് വേണ്ടി തുറന്നു വെക്കുക. നമ്മുടെ ജോലി സ്ഥലങ്ങളെ, നമ്മുടെ സന്തോഷങ്ങളെ, നമ്മുടെ ഭക്ഷണ രീതികളെ, എന്നിട്ട് അവരോട് കൂടിയാലോചിക്കുക. ഉമ്മ, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഞാൻ മാറുകയാണ്, 1500 ഉറുപ്പിക അല്ലെങ്കിൽ 5000 ഉറുപ്പിക എനിക്ക് ഏറെ ശമ്പളമുണ്ട്, ഉമ്മയോട് സമ്മതം ചോദിക്കാൻ വന്നതാണ്, ഞാൻ മാറട്ടെ. ഒരുപക്ഷെ എല്ലാ ദിവസവും എനിക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല, ആഴ്ചയിൽ ഞാൻ വന്നുകൊള്ളാം. ഒരു ആവശ്യമില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരുടെ ഒരു കൂടിയാലോചനയിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മാതാപിതാക്കളോട് കൊച്ചു കാര്യങ്ങളിൽ പോലും നമ്മൾ ശൂറ നടത്തണം. അവരുടെ അംഗീകാരം നമ്മൾ വാങ്ങണം. നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോന്നിനും അംഗീകാരം വാങ്ങണം. അവരോട് സമ്മതം ചോദിക്കാതെ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ പോലും ഒന്നും ചെയ്യാൻ നമ്മൾ ഒരിക്കലും മനസ്സുണ്ടാവരുത്. ആ നിലക്ക് നമുക്ക് ആരെക്കാളും നമ്മുടെ മാതാപിതാക്കളോട് നമുക്ക് നന്മ ചെയ്യാനുള്ള ആ ഒരു അവസരവും അവർക്ക് നമ്മൾ അവർക്ക് എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവണം. അവരുടെ വേദനകൾ നമ്മൾ അറിയണം, അവരുടെ സങ്കടങ്ങൾ അറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി ചോദിച്ചു, റസൂലേ, ശരി, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി, ഉപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്യാം, എന്റെ ഉപ്പയും ഉമ്മയും മരിച്ചിരിക്കുന്നു, ഇനി എന്താണ് മരിച്ച ഉമ്മാക്കും ഉപ്പക്കും വേണ്ടി എനിക്ക് ചെയ്യാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു മുസ്ലിമായ സഹാബി വന്ന് ചോദിച്ചതാണ്, എനിക്കെന്താണ് ഉപ്പയോടും ഉമ്മയോടും അവരുടെ മരണശേഷം ചെയ്യാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിലെ ഒന്നാമത്തെ പ്രാർത്ഥന മയ്യിത്ത് നമസ്കാരമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, അഥവാ ആ ഒരു സന്ദർഭത്തിൽ ഉമ്മയുടെയും ഉപ്പയുടെയും തലക്കാമ്പുറത്തോ, അല്ലെങ്കിൽ ആൺ മരിച്ചാൽ ആണിന്റെ തലയുടെ ഭാഗത്താണ് മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കേണ്ടത് ഇമാമ്. ഒരു പെണ്ണ്, ഉമ്മയോ സഹോദരിയോ മരിച്ചാൽ പെണ്ണിന്റെ വയറിന്റെ ഭാഗത്താണ് മയ്യിത്ത് നമസ്കരിക്കാൻ നിൽക്കേണ്ടത്. അതാണ് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. നമുക്ക് കഴിയുമോ ധൈര്യമായി നമ്മുടെ ഉപ്പയുടെ മയ്യിത്ത് നമസ്കരിക്കാൻ? മയ്യിത്ത് നമസ്കരിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉപ്പയും ഉമ്മയും മരിച്ചാൽ ആ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അസ്സലാത്തു അലൈഹിമ, അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുക, മറവ് ചെയ്യുക. പിന്നെ എന്നും റബ്ബി ഗഫിർലി വലിവാലിദയ്യ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കുക. ഒന്നാമതായി. രണ്ടാമതായി വല്ലിസ്തിഗ്ഫാറു ലഹുമാ, പ്രിയ അല്ലാഹുവേ, എന്റെ ഉപ്പയും ഉമ്മയും അറിവില്ലാത്ത കാലത്ത് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വിട്ടുപുറത്ത് മാപ്പാക്കി അവരെ സന്മാർഗത്തിൽ ചേർക്കണമേ എന്ന് മക്കൾ ഉപ്പക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല ഹോട്ട് ലൈനിൽ കൂടി ആ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മരണശേഷവും അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്താൽ ഒരു മാതാവും പിതാവും ഈ ലോകത്തുണ്ടാക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം പ്രാർത്ഥിക്കുന്ന മക്കളാണ്. വലതുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവർ എത്ര മരിച്ച് അസ്ഥിപഞ്ജരമായി വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട് അവരുടെ ആത്മാക്കൾക്ക് വെളിച്ചവും തെളിച്ചവും ആർദ്രതയും അവർക്ക് നന്മയും ഉണ്ടായിരിക്കുമെന്നാണ് റസൂലുള്ളാഹ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് രണ്ടാമതായി മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണമേ എന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചെയ്യുക. മൂന്നാമതായി വഇൻഫാദു അഹ്ദിഹിമ മിൻ
ബഅദിഹിമ, അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർ നമ്മളോട് വല്ലതും ഉപദേശിച്ചിരുന്നുവെങ്കിൽ, അവരെന്തെങ്കിലും തരത്തിലുള്ള ഒരു നല്ല നടപടി നമ്മളെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അത് നിറവേറ്റുക. ഉപ്പ മരിച്ചു, ഇനി നോക്കാൻ ആളില്ല. ഉമ്മ മരിച്ചു, ഇനി ശാസിക്കാൻ ആളില്ല. ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് എങ്ങനെയുമാകാം എന്നല്ല. ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്ത്, ഉമ്മ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മുഖത്ത് നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവരുമായുള്ള കരാറുകളും അവരുടെ ജീവിതകാലത്ത് എന്തൊക്കെ കിട്ടിയോ, അവർ മരിച്ചാലും അവർ കാണുന്നില്ലെങ്കിലും ആ കരാറുകളും ആ ബന്ധങ്ങളും ആ മാർഗനിർദ്ദേശങ്ങളും കുറച്ചുകൂടി അധികം ഇപ്പോൾ നോക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടി ഉപ്പയുടെ മാർഗനിർദ്ദേശം, ഉമ്മയുടെ ഉപദേശം ശ്രദ്ധിക്കണം, അതനുസരിച്ച് ജീവിക്കണമെന്നുള്ള അവരുടെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിൽ നടപ്പിൽ വരുത്തുക. അതാണ് ഉപ്പയോടും ഉമ്മയോടും മരണശേഷം നിനക്ക് ചെയ്യാനുള്ളത്. നാലാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചു, വസിലത്തുർ റഹ്മില്ലത്തി ലാ തൂസലു ഇല്ലാ ബിഹിമ. നിങ്ങളുടെ മാതാവും പിതാവും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏതെല്ലാം കുടുംബങ്ങളുമായി, ഏതെല്ലാം നാട്ടിലുള്ള ആളുകളുമായി, ഏതെല്ലാം സുഹൃത്തുക്കളുമായി നല്ല ബന്ധമുണ്ടായിരുന്നോ, കുടുംബ ബന്ധമായിരുന്നാലും ആദർശബന്ധമായിരുന്നാലും സൗഹൃദ ബന്ധമായിരുന്നാലും, ഉപ്പയുടെയും ഉമ്മയുടെയും സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ചങ്ങാതിമാർ, അവരെ നമ്മൾ മറക്കാതിരിക്കുക. എന്റെ ഉപ്പയുടെ കൂട്ടുകാരനാണ്, എന്റെ ഉമ്മയുടെ ചങ്ങാതിച്ചിയാണ്, ഉപ്പക്കും ഉമ്മക്കും നല്ല ബന്ധമുള്ളവരാണ് അവരായിരുന്നാലും ആ ബന്ധം, ഉപ്പയും ഉമ്മയും മരിച്ചു കഴിഞ്ഞാലും ആ ബന്ധം നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിലനിർത്തണം. അങ്ങനെ നിങ്ങളോടുള്ള ബന്ധം, നിങ്ങൾക്കുള്ള ബന്ധം, നിങ്ങളുടെ മക്കൾ, ആ മക്കൾക്കുള്ള ബന്ധം, അവരുടെ മക്കൾ, അങ്ങനെയാണ് മനുഷ്യൻ പിൻഗാമിയായി ഒരു സംസ്കാരത്തിന്റെ അനുയായികളായി മാറുക. അഞ്ചാമതായി റസൂലുള്ളാഹി പഠിപ്പിച്ചു, ആ മാതാപിതാക്കൾ മരിച്ചാൽ അവർക്കുള്ള ബന്ധം, അവരോടുള്ള കടപ്പാട്, വഇക്റാമു സദീഖിഹിമ മിൻ ബഅദിഹിമ, അവരുടെ കാലശേഷം അവരുടെ കൂട്ടുകാരും സഹോദരന്മാരെയും ഉപ്പയെ ആദരിക്കുന്നത് പോലെ ഉപ്പയോടൊപ്പം ഉണ്ടായിരുന്ന ആ കാക്കാമാരെ, ഇത്താത്തമാരെ, ഉമ്മയോടൊപ്പം ഉണ്ടായിരുന്ന ഇത്താത്തമാരെ ഉപ്പയെപ്പോലെ ഉമ്മയെപ്പോലെ ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും അവരോടുള്ള ബന്ധം നിലനിർത്തുക. ഇങ്ങനെ 4-5 കാര്യങ്ങൾ മരണശേഷം വരെ നമ്മൾ ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ റസൂലുള്ളാഹി പഠിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാതാപിതാക്കളാണ്, അവരുടെ കാൽച്ചുവട്ടിലാണ് നമ്മുടെ സ്വർഗം, അവരുടെ സംതൃപ്തിയിലാണ് നമ്മുടെ സ്വർഗം. പലപ്പോഴും ബന്ധങ്ങൾ തകർന്ന് അറ്റുപോയി എല്ലാം നശിച്ച് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ അല്ലാഹ് എന്ന ബന്ധം, സൃഷ്ടാവിനോടുള്ള ബന്ധം കഴിച്ചാൽ എന്റെ ചുക്കിച്ചുളിഞ്ഞ മുഖവുമായി കുരച്ചും കിരച്ചും നിൽക്കുന്ന, കട്ടിലിൽ നിരങ്ങി മൂളിക്കിടക്കുന്ന ഉപ്പയോടും ഉമ്മയോടുമാണ് എന്റെ ബന്ധമെന്ന ആ ഒരു ചിന്തയോടുകൂടിയായിരിക്കട്ടെ ഈ ക്യാമ്പ് കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അല്ലാഹു നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നാളെ സ്വർഗലോകത്തും ഈ ജീവിതത്തിൽ നന്മയിലും ഒന്നിച്ചു കൂട്ടുമാറാവട്ടെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.